മരത്തുമ്മേലെ ഫസ്റ്റ് കാഴ്ച പപ്പായ തേട്ടം പൊട്ടിച്ച്. ഇപ്പം നമ്മൾ മരത്തുമ്മ ആദ്യമായിട്ട് കാഴ്ച പപ്പായയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. പല നാട്ടിൽ പപ്പായ, ചില നാട്ടിൽ കർമ്മത്തി, ചില നാട്ടിൽ ഓമക്കായ, പല ജാതി പേരിലാണ് ഈ സാധനം അറിയപ്പെടൽ. കാരണം നമ്മുടെ നാട്ടിൽ കർമ്മത്തി എന്ന് പറയും. ഈ വാര്യകുട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരൂരവിടെ ഓമക്കായ എന്നറിയും, ചിലയിടത്ത് പോയാൽ പപ്പായ എന്നറിയും. ഇങ്ങനെയൊക്കെ ഓരോ പേരിൽ അറിയപ്പെടുന്നൊരു പ്രത്യേക തരം ഒരു കായയാണ്. കാരണം ഇത് നല്ല രസമാണ്. പഴയ കാലത്ത് നമ്മൾ അച്ചാറിടാനും ഉപ്പേരിക്കും കറി വയ്ക്കാനും എല്ലാത്തിനും എടുക്കണം. എപ്പോഴും എടുക്കണ്ട കേട്ടോ, എപ്പോഴും എടുക്കായൊന്നുമില്ല. ഇന്നും കൂടി എടുത്തിട്ടുണ്ട്, ഇല്ല എന്നില്ല. കാരണം ചില ഈ കൊറോണ സമയത്തൊക്കെ വീട്ടിലത്തെ പപ്പായും ചക്കയും മാങ്ങയും തേങ്ങയും തന്നെ ഉള്ളായിരുന്നു ഒരുവിധ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നിനക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും കേട്ടോ. ഇതിലിടയ്ക്കൊന്ന് ഫംഗസ് ബാധിച്ചിരുന്നു. വീട്ടിൽ കുറേ മരങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് 2-3 മരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്മേലൊക്കെ അത്യാവശ്യമുള്ള സാധനം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഒരു സമയത്തൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചെറുതും വലുതൊക്കെ ആയിട്ട്. പഴുത്ത് കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെ നോക്കി നിൽക്കണം. കാരണം ജന്തുക്കൾ കൊത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം നല്ല രസമാണ് കഴിക്കാൻ, നാടനായതുകൊണ്ട്. ഓൾറെഡി ഇനിയും ഉണ്ട് പൊട്ടിക്കാനുള്ളത്. 2-3 കൂടെയൊക്കെ ഉണ്ട് പൊട്ടിക്കാൻ. നമ്മളെ വീട്ടിൽ നമ്മളിങ്ങനെ കണ്ടപ്പോൾ നല്ല പഴുത്തൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തുനിന്ന് ജ്യൂസ് അടിച്ചാലോന്നൊക്കെ തോന്നി. കാരണം എന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ജ്യൂസിന് കട്ടപ്പാലിന് വേണ്ടി പീടികയിൽ ചെന്നപ്പോൾ കട്ടപ്പാൽ കിട്ടിയില്ല കേട്ടോ. കാരണം നല്ല കട്ടപ്പാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ചെന്നപ്പോൾ ഐസ്ക്രീം, നല്ല കട്ടുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പോയിട്ട് ഐസ്ക്രീം എടുത്ത് ഒരു പേര് പാലെടുത്ത് തന്നെ. അപ്പോൾ അത് രണ്ടും കൂടി ആയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളത്. കാരണം നമുക്ക് പിന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഒന്നും കൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കൂടി സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അങ്ങനെ അടിച്ച് നോക്കി. അപ്പോഴും കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റ് മാറ്റമൊന്നുമില്ല. എപ്പോഴും ബെറ്റർ. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഫേസ് പാക്കിനും ഇതിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പായൻ്റെ പഴുപ്പും കാര്യങ്ങളൊക്കെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയി നിൽക്കാൻ ഇതിനൊക്കെ ആവശ്യപ്പെടും എന്നൊക്കെ പറയണേക്കാം. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ നമ്മളെ മനസ്സിൽ. കാരണം ഇന്നിപ്പോൾ കരിങ്കപ്പാറന്ന് വരുന്ന വഴിക്ക് കരിങ്കപ്പാറ പുതിയൊരു ബ്രോസ്റ്റിൻ്റെ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് 2 ബ്രോസ്റ്റ് വാങ്ങിയിട്ട്. അപ്പോൾ ജ്യൂസിന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഈ ജ്യൂസ് ട്രൈ ചെയ്തത്. നമ്മളെ ആദ്യമോന് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ഈ സാധനം. പിന്നെ എന്താണ്, ഞാൻ അടിച്ചപ്പോൾ തന്നെ പൊതുവെ കുറച്ച് കട്ട കൂടുതലായിപ്പോയി. അത് നമ്മളെ പഴയ മിക്സിയാണ്, അത് മാറ്റാനായിരിക്കണം. അപ്പോൾ അതിലൊന്നും വല്ലാതാണ്ട് അടിയുന്നില്ല, അത്ര ദമ്മിലൊന്നും അടിഞ്ഞ് കിട്ടണില്ല. അപ്പോൾ ഇനി മാറ്റണം, കുറച്ച് ചെയ്യട്ടെ. ഏതായാലും നല്ല ഉഷാറിൽ അടിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല സുജാതിയും പ്രീതിയൊക്കെ വേണം. അതിനൊക്കെ കുറച്ചും കൂടി കഴിയട്ടെ. ഇനിയിപ്പോൾ ഒന്നുകൂടി ഉണ്ട് അടുത്ത സീസണിൽ പുതിയ മിക്സി വാങ്ങണം. ഇതിപ്പോൾ കേടൊന്നും വന്നില്ല, വർക്കിംഗ് ഉണ്ട് തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ജ്യൂസിൻ്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടി ഒന്ന് കുറച്ച് അടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പാളിപ്പോയി. പിന്നെ ഞാൻ കാപ്പിയിൽ കാപ്പി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ നല്ല ലൈറ്റായിട്ട് ഇങ്ങനെ നല്ല കുറുന്നനാക്കിയിട്ട് ഗ്ലാസ്സിൽ ഡെക്കറേഷൻ ചെയ്യാച്ചിട്ടാണ് ഞാനത് ചെയ്തിരുന്നത്. പക്ഷേ അത് പാളിപ്പോയി, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ജ്യൂസിൽ നമ്മളെ അണ്ടിപ്പരിപ്പ് ഒന്നിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉഷാറാക്കി ഡെക്കറേറ്റ് ചെയ്ത് നോക്കുക. അതൊന്ന് ചെയ്തു. കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈഫിനെ കുടിച്ചപ്പോൾ ചെറിയൊരു കഴിപ്പുണ്ട് തന്നെ, അത് നോക്കണ്ട. ഞാനത് കുടിച്ചാൽ നല്ല സൂപ്പറായിട്ട് കുടിച്ചു. എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം നല്ല സൂപ്പറായിരിക്കും. ഓർക്ക് ഇതൊന്നും കുടിച്ച് ജ്യൂസൊന്നും കുടിച്ച് ശീലമില്ലാത്തൊരു ജ്യൂസ് കുടിച്ചാൽ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഞാനത് കുടിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ആയിട്ട് തോന്നിയില്ല, ബെറ്ററായിട്ട് തോന്നി. കാരണം അത് കേടുള്ള സാധനമല്ലേ. നമ്മൾ കണ്ടമാനം കെമിക്കലൊന്നും ഇട്ടുകൊണ്ട് അടിച്ചതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കുറേ കാലം വെച്ചോ എന്നല്ലല്ലോ. നമ്മൾ നല്ല ഉഷാറായിട്ടുള്ളൊരു സാധനം തന്നെയല്ലേ കുടിച്ചുള്ളത്. അതിലിടയ്ക്ക് നമ്മളെ വെങ്ങനാമ്പള്ളി മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ആന്ധ്രൻ്റെ മാങ്ങയാണ്, നല്ല പെരുമധുരമാണ്. അതും ഒരു മാങ്ങ കിട്ടി, അത് ഞാൻ അങ്ങനെ നമ്മളെ പിന്നെ കൂടുതലുള്ളത് നമ്മളെ കരിങ്കപ്പാറന്ന് വാങ്ങിയ ബ്രോസ്റ്റ് ആട്ടാ. കരിങ്കപ്പാറന്ന് ബ്രോസ്റ്റ് പുതിയ ഷോപ്പ് തുടങ്ങിയതാണ്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 പീസ് ബ്രോസ്റ്റിന് 460, അങ്ങനെ എത്രയാണ് അവിടുത്തെ റേറ്റ് വരുന്നത്. അപ്പോൾ കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആദ്യം തൊട്ട് തന്നെ പുറത്തുനിന്നൊക്കെ ഓരോന്ന് കഴിക്കണ്ടല്ലോ. നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമല്ലേ. നമ്മളിപ്പോൾ വീട്ടുകാർ ആണെങ്കിലും അമ്മയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഓരോന്നും വല്ലാതെ പുറത്ത് പോക്കൊന്നും ഇല്ലല്ലോ. അവർക്കും വലിയ ഇഷ്ടമല്ലേ ഓരോന്ന് കൊണ്ടുവരാനും കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് പറ്റുന്നവരൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കും. എന്നാലും നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, നമ്മൾ പോയി കഴിക്കുന്ന സാധനങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മളെ കൂടപ്പിറപ്പാരൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അത് വേറെ തന്നെ കേട്ടോ എപ്പോഴും. കാരണം അവരും കൂടി ഉണ്ടാവുമ്പോൾ നമ്മളൊറ്റയ്ക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു സംഗതി അല്ല, കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്കും കിട്ടുന്നൊരു സന്തോഷം അത് നമുക്ക് വേറെ തന്നെ കേട്ടോ. കാരണം നമ്മളെ ഉള്ളിൽ നമ്മളിനി എന്ത് തന്നെ കഴിച്ചിട്ടും നമ്മളെ കൂടപ്പിറപ്പുകൾ നമ്മളൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ലോകത്ത് എവിടെ നിന്നാലും കിട്ടില്ല, ഏത് ലോകത്ത് നിന്നാലും കിട്ടില്ല. ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി തുടർ വീഡിയോകളിൽ ഞങ്ങൾ ഉഷാറാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ബായ്.